അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ട്. മുംബൈ സിറ്റിയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത്. എൻ്റെ പുറകിൽ കാണുന്ന സാധനമാണ്, എൻ്റെ പുറകിൽ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് താജ്. മുംബൈ താജ്. നൈസല്ലേ നോക്കിയേ. താജിന് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആംഗിളാണേ. നമുക്ക് വൈഡ് ഇത്രേ വരുള്ളൂ. അല്ലെങ്കിൽ വല്ല ഫിഷ് ഐലൻഡ്സൊക്കെ നോക്കേണ്ടി വരും. ഇല്ല. ഇനി ഈ താജിൽ നമുക്കിങ്ങനെ കൂടുതൽ കാണാനായിട്ടൊന്നുമില്ല. ഹോട്ടലല്ലേ, പലതിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇതെവിടെ, ഇറ്റ്സ് കോൾ ഇന്ത്യ ഗേറ്റ്. നൈസല്ലേ? बोलो कुल्फी खाना 100 रुपये। देखना ये ओबराय होटल. നൈസല്ലേ നോക്കി. എന്നല്ലേ ഭയങ്കര ട്രാഫിക്കാണ് നമ്മൾ നിന്ന സ്ഥലത്ത്. നമുക്ക് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മൾ അത് എടുക്കുമെന്ന് തീരുമാനിച്ചു. നമ്മളെടുത്തു, നൈസായിട്ട് എടുത്തു. ഇനി അതിൻ്റെ അടുത്ത ആംഗിളിലൂടെ നമ്മളെടുക്കും. എങ്ങനെയുണ്ട്? നമ്മളെടുത്തില്ലേ? അപ്പോൾ നമ്മളെടുക്കുമെന്ന് തീരുമാനിച്ചു, നമ്മളെടുത്തു അല്ലേ? യെസ്, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷേ കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇനിയിപ്പോൾ നമ്മൾ മലായി കുൽഫി തന്നെ കിണ്ണേ നമ്മൾ 20 രൂപ കൊടുത്ത് ഒരു മലായി കുൽഫി മേടിച്ചു. तू कसं आहे वनी आहे कुल्फी थोड़ा पर्जन करो. ഇനി നമ്മുടെ ഫേവറേറ്റിലേക്ക് പോകും. ആരുമില്ലേ ഇവരൊന്ന് പറപ്പിക്കാൻ? ആരെങ്കിലും വന്ന് പറപ്പിച്ചിരുന്നെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടിയേനെ. ഞാനെന്ത് ക്രൂരനാണല്ലേ, കൊത്തി തിന്നുന്ന പ്രാവുകളെ പറപ്പിക്കാൻ പറയുന്നു അല്ലേ? പക്ഷെ അവരെ പറപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെയാണ്. കാരണം അവർ ആ ഒരു ഭംഗി ഭയങ്കര രസമാണ്. മലായി കുൽഫിയാണ്. ഞങ്ങളുടെ പൊരി വെയിലത്ത് താജിൻ്റെ ഫ്രണ്ടിൽ ഇന്ത്യ ഗേറ്റിൻ്റെ നടുവിൽ നിന്ന് കുൽഫിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒരു സംവിധായകൻ. ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ? എന്തൊക്കെ ചെയ്യാം.
ഇനി ഇവിടുത്തെ വഴിയോര കാഴ്ചകളുണ്ട്. അത് ഈ ബിൽഡിങ്ങിൻ്റെ പരിപൂർണത കണ്ടില്ല നമ്മൾ. താജ് തന്നെ ഉണ്ടോ? അത് ഇത് മുഗൾ ചക്രവർത്തിയുടെ ഇതുപോലെ ഉണ്ടല്ലേ. എൻ്റെ ഇവിടെ ഒരു സാധനമുണ്ട്, ഒരു മീനാരമുണ്ട് മുകളിലേക്ക്. വാ, രസം. അവിടെ കണ്ടോ ലൈറ്റ്സ്. ഇതിൻ്റെ ഓരോ എന്തോ ചിത്രപ്പണികൾ എന്നുണ്ട് ഉണ്ടാവും. ഇത് പറപ്പിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കണത്. ഹോയ്, എവിടെ അവരിതിലും വലിയ സൗണ്ട് ഇട്ടിട്ട് അനങ്ങുന്നില്ല. ആ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഏരിയ. ഇപ്പം നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന് മുമ്പ് നമുക്ക് നടുറോട്ടി കയറി നിന്ന് ഷോട്ട് എടുക്കട്ടെ. ഇനിയാണ് മോനെ ദിനേശ അതിമനോഹരമായ മറ്റൊരു ഭംഗി വന്നത്. How is this? जैनूर नंबर है ना, नंबर है. ഉണ്ടോ? ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബോട്ടിംഗ് ആണിത്. അതായത് ഈ ബോട്ടിൽ കയറി നമുക്ക് അവിടെ ഇവിടേക്കൊക്കെ ട്രാവൽ ചെയ്യാം. അതിൻ്റെ പുറകിൽ കപ്പൽ കിടക്കുന്നുണ്ടോ? ഏകദം ശാന്തമാണ് ഇവിടുത്തെ കടൽ. ഏകദം ശാന്തം. എന്ത് മനോഹരമാണ് നോക്കി. ആരോ പറത്തിയിട്ടുണ്ട് അവിടെ. നമ്മൾ ഇത്രയും നേരം നോക്കിയിട്ട് അത് പറത്താൻ പറ്റില്ല. അത് ഇവിടെ ഒരു ചെറിയ എന്നാണ്ട് അതിൻ്റെ ഒരു ഉണ്ടാവും. ഇതിൻ്റെ ബ്യൂട്ടി നമ്മൾ കടലിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവർ ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കടലിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആസ്വദിക്കാം. വേണ്ട, നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ കൊടുത്തില്ല. അന്തർ കൈസ് ചായങ്ങി യാസേ. ഇനി നമ്മുടെ കൂടെയുള്ള മുഹമ്മദ് പറഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് പോവാം. കാരണം ഉള്ളിൽ എടുക്കാനുള്ളതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് നേരെ പോവാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇടയിൽ വേറെ എന്തൊക്കെയോ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. പുള്ളി എന്നെ കൊണ്ട് പോണ കാഴ്ചയാണ് കാണേട്ടാ, കാണാൻ വേണ്ടിയിട്ട്. എന്താ
നമ്മുടെ ഛത്രപതി ഇവിടെ ഉണ്ട് മറ്റേ പീലി വിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ വഴിയോര വിഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല പുളിയൊക്കെ ഉണ്ട്. പുളിയുണ്ടത്. സമൂസ ബലൂൺ വിൽപ്പന. ഇതിനിടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കണ്ട ഷാർട്സ് കടലാണ്. കടല് മനുഷ്യന്മാരുടെ കടല്. वीडियो है मेरे पास നമ്മുടെ മമ്മ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എവിടെ പോയി? ആ ഫ്രണ്ടിൽ പോയി. ആ मलयालम में कर रहे हैं. दूसरे लैंग्वेज है, मलयालम में कर रहे हैं. അവരെൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മൊബൈലിലായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് നമ്മളും പറഞ്ഞു. അങ്ങനെ സംസാരിച്ച ധാരണയിലെത്തി ഇങ്ങ് പോന്നു. അപ്പോൾ നമ്മളങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ താജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് താജിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷ്വൽ. നൈസ് അല്ലേ? നൈസ് വിഷ്വൽ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു ആംഗിളിൽ ഇന്ത്യ ഗേറ്റിനെ കാണാം. ഭയങ്കര സെക്യൂരിറ്റി പ്രൊട്ടക്ഷനുള്ള ഏരിയ ആയതുകൊണ്ട് ആണ് അവർ നമ്മൾ കയറിയപ്പോൾ എടുക്കരുത്, എൻട്രിയിൽ എടുക്കരുത്, ശ്രദ്ധിച്ചെടുക്കാവൂ, മൊബൈൽ ഓഫ് ചെയ്തിട്ട് വേണം എൻട്രി കൂടെ പോകാൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളതിനെ മാനിക്കുന്നു. നമ്മളതുകൊണ്ട് അവിടെ എടുത്തില്ല. നമ്മളതുകൊണ്ട് പുറത്താക്കിൽ വന്നതിന് ശേഷമാണ് നമ്മളെടുക്കുന്നത്. ഇതാണ് ഇവരുടെ ബോട്ടിൻ്റെ ഇതിവിടുന്ന് പാസഞ്ചർ ബോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇതിങ്ങനെ കൊണ്ടുപോകും. ആളുകൾ ഇവിടെ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആളുകൾ ഇറക്കി കൊണ്ടുപോകും. അവിടെ കണ്ട ഒരു പഴയ ബിൽഡിങ് ഭാഗമാണ്. രസമല്ലേ? यूट्यूब चैनल है? हाँ यूट्यूब चैनल है, फेसबुक. कहाँ से हुआ? केरला से. केरला से. यस. तो यूट्यूब पे डालोगे आप ये वीडियो? हाँ यूट्यूब पे डालते हैं. मेरा लाइब्रेरी में भी हमारा खुद लाइब्रेरी है. अच्छा. इसमें भी. तो हम तो नहीं आए तो भाई हमारा सीन कट कर दिया.
आपको विजुअल में आया था? क्या आपको विजुअल में नहीं है ना? मतलब? आपका चैनल है? ना मेरा चैनल है। अच्छा, अच्छा, आप इसमें वो अपनी वॉइस नहीं देते? हाँ भाई, वॉइस कमांड नहीं देते? हाँ वॉइस दे रहा हूँ, और ये रिसीवर है। अच्छा, तो हमारी वॉइस रिकॉर्ड हो रही है इसमें? हाँ देखो अभी क्या हो जाएगा, बाकी डब हो जाएगा स्टूडियो पे। अच्छा, ये जो हम बात कर रहे हैं ये कट जाएगी? हाँ कोई प्रॉब्लम काट। मतलब नया चैनल है क्या आपका? एक्चुअली मेरा मैं एक फिल्म डायरेक्टर हूँ हाँ। केरला का। मैंने लोकेशन ढूंढने के लिए आया था, लोकेशन के साथ ये भी डाल रहे हैं, और कुछ नहीं है। हाँ, फिर उसमें पता लग जाए कि हाँ भाई कहाँ से सीन लेना है ना? हाँ मैं एक यस समझ गए। और दोस्तों ये देखो, ये मुंबई है और मुंबई का ये गेट ऑफ इंडिया है, और इसी के सामने ताज होटल भी है, और दोपहर के लगभग 2-2:30 बजे हैं यहाँ पे। कोई बात नहीं, कोई बात नहीं, कर लेना। भाई यार मुझे कोई बात नहीं भाई, बोलो ना, इसमें क्या है। നമുക്ക് ആളെ കിട്ടിയതാണ്, ये केरला वाले हैं, कोई बात नहीं है, सामने वाला कुछ नहीं देख रहा है। ओके, आपका आवाज़ भी डाल देंगे। कहाँ के आप लोग? हरियाणा। ഹരിയാന, ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഹരിയാനക്കാരൻ വന്നു. പുള്ളിക്കാരൻ ചോദിച്ചു നമ്മുടെ അടുത്തത് യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഇടണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിന് വേണ്ടിയിട്ടുണ്ട്, നമ്മുടെ പോർട്ടലിന് വേണ്ടിയിട്ട്. നമ്മൾ മൂവിക്ക് വേണ്ടി ലൊക്കേഷൻ ഹണ്ടിന് ഇറങ്ങിയപ്പോൾ നമ്മൾ വീഡിയോസ് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മളതൊരു ബ്ലോഗാക്കി, ഇടയ്ക്ക് ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യും. അപ്പോൾ രസമുള്ള സാധനങ്ങൾ, നല്ല ഫ്രെയിംസുകളൊക്കെ കണ്ടെത്തി നമ്മൾ മാച്ച് ചെയ്ത് വച്ചേക്കും. ഇതൊരു പഠനം കൂടിയിട്ടാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരനത് ഇഷ്ടപ്പെട്ടു. പുള്ളി അപ്പോൾ കമൻറ്റ് പറയാൻ തുടങ്ങി. പുള്ളിയുടെ മുഖം കാണിക്കാൻ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുന്നു. ബായ്.